ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 34. തുമ്മ തഅനു, പിന്നെ ആക്ഷേപം, ഹദീസിൽ ഉള്ള ആക്ഷേപം അല്ലെങ്കിൽ ഹദീസിന്റെ റാവിയിലുള്ള ആക്ഷേപം. യകൂനു, അത് ഉണ്ടാകും, ബി അശറത്തി അഷിയാ, 10 കാര്യങ്ങളെ കൊണ്ടുണ്ടാകും. ബഅ്ലുഹ, 10-ൽ ചിലത്, അശദ്ദു, അത് ഏറ്റവും ഗൗരവമുള്ളതാണ്, ഫിൽ ഖദ്ഹി, എന്തില്, ഐബിന്റെ വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്, മിൻ ബഅദിൻ, ചിലതിനേക്കാൾ. അപ്പോൾ ചിലത് ഏറ്റവും സിദ്ധത്തായ ഐബാണ്. അങ്ങനെ 10 എണ്ണാണ്. ഖംസത്തുൻ മിൻഹ, അതിൽ നിന്ന് 5 എണ്ണം, തതഅല്ലഖു ബിൽ അദാലത്തി, ഈ റാവിയുടെ അദാലത്തുമായി ബന്ധപ്പെട്ടതാണ്. വ ഖംസത്തുൻ യതഅല്ലഖു ബിൽ ലബ്തി, 5 എണ്ണം ലബ്തുമായി ബന്ധപ്പെട്ടതാണ്. വലം യഹ്സുൽ, അത് അദാലത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? പിന്നെ കദിബ്, തുഹ്മത്ത്, ഫിസ്ഖ്, ജഹാലത്ത്, ബിദ്അത്ത്. പിന്നെ ലബ്തുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ ഫുഹ്ഷുൽ ഗലത്ത്, ഗഫലത്ത്, വഹ്മ്, മുഖാലഫത്തു സിഖാത്ത്, സൂഉൽ ഹിഫ്ദ്. ഇങ്ങനെ 5 5 10 എണ്ണം. വലം യഹ്സുലിൽ ഇഅ്തിനാഉ, എന്നാൽ പിന്നെ പരിഗണിക്കൽ കരസ്ഥമായിട്ടില്ല, ബി തമ്മീസി അഹദിൽ ഖിസ്മൈനി, 2 ഖിസ്മിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കൽ കൊണ്ട് പരിഗണിക്കുക. മിനൽ ആഖരി, മറ്റേനെ തൊട്ട് വേർതിരിക്കൽ കൊണ്ടുള്ള പരിഗണന ഹാസിലായിട്ടില്ല. എന്തിനു വേണ്ടി? ലി മസ്ലഹത്തിൻ ഇഖ്തലത്ത് ദാലിക, ഒരു മസ്ലഹത്തിന് വേണ്ടി. അങ്ങനത്തെ മസ്ലഹത്ത് ഇഖ്തലത്ത്, ആ മസ്ലഹത്ത് തേടി, ദാലിക, ആ വേർതിരിക്കാതിരിക്കലിനെ തേടി, അങ്ങനത്തെ മസ്ലഹത്തിന് വേണ്ടി. വഹിയ, അതേതാണ് ആ മസ്ലഹത്ത്? അത് തർത്തീബുഹ, ഈ പറഞ്ഞ 10 കാര്യത്തെ ഓർഡറാക്കി പറയുക. അലൽ അശദ്ദി ഫൽ അശദ്ദി, ഏറ്റവും ഗൗരവമുള്ളത് ആദ്യം, പിന്നെ അതിനേക്കാൾ ഗൗരവമുള്ളത്, അതിൽ കുറഞ്ഞ ഗൗരവമുള്ളത്, ഇങ്ങനെ ഓരോരോ നിന്റെ മേല് തർത്തീബാക്കാൻ വേണ്ടി, ആ ഷിദ്ദത്ത് അനുസരിച്ച് തർത്തീബാക്കാൻ വേണ്ടിയിട്ട്. എന്തിൽ ഷിദ്ദത്ത്? ഫി മൂജബിർ റദ്ദി, ആ അതിനെ അതിന്റെ റദ്ദിന്റെ മൂജബ്, അതിന്റെ ഹദീസിനെ റദ്ദ് ചെയ്യുന്നതിന്റെ മൂജബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സബബ് എന്ന് പറഞ്ഞാൽ അതിനെ ഹുജ്ജത്തിന് പറ്റൂല്ല എന്നതിൽ പിന്നെ ഏറ്റവും ഗൗരവമുള്ള പിന്നെ താനിനെ ആദ്യം, പിന്നെ അതിൽ ഗൗരവം കുറഞ്ഞതിനെ, ഇങ്ങനെ തർത്തീബാക്കുക എന്ന മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് ഈ 5 എണ്ണത്തിനെയും ഓരോന്നിനും വേർതിരിച്ച് പറയാതെ പിന്നെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തർത്തീബാക്കണമെങ്കിൽ ഇങ്ങനെ കൂട്ടിക്കലർത്തി പറഞ്ഞെങ്കിലല്ല പറ്റുള്ളൂ. അപ്പം ആ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ ചെയ്യാതിരുന്നത്. പിന്നെ അത് അലാ സബീലി തദല്ലി, പിന്നെ തദല്ലിയുടെ വഴി എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും ശുദ്ധത്തുള്ളതിനെ ആദ്യം പറയാം, മുകളിൽ നിന്ന് താഴോട്ട് വരിക, അതാണ് തദല്ലി എന്ന് പറഞ്ഞത്. തറക്കിക്ക് എതിരായിട്ട്, തറക്കിയാണെങ്കിൽ താഴെ നിന്ന് മേളിലോട്ടാണ്. കാരണം അന്ന തഅന, ആക്ഷേപം, ഇമ്മാ യകൂനലി കദിബിർ റാവി, ഒന്നെങ്കിൽ അത് റാവിയുടെ കളവ് കാരണം കൊണ്ടുണ്ടാകും. എന്തിലുള്ള കളവ്? ഫിൽ ഹദീസിൻ നബവി, നബവിയുടെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കളവ് പറയുക. അതെങ്ങനെ? ബി അൻ യർവി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുക. മാലം യഖുൽഹു, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലാത്തതിനെ റിപ്പോർട്ട് ചെയ്യുക. മുതഅമ്മിദൻ ലിദാലിക, ആ കളവിനെ മനഃപൂർവമായ നിലയിൽ റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ റാവിയുടെ കളവ്, ആ കളവ് കൊണ്ട് താനുണ്ടാകും. ഔ തുഹ്മത്തിഹി, അല്ലെങ്കിൽ ആ റാവിയെ തെറ്റിദ്ധരിക്കൽ കൊണ്ട്, ബിദാലിക, ആ കളവ് കൊണ്ട് റാവിയെ തെറ്റിദ്ധരിക്കുക എന്ന കാരണം കൊണ്ട്
റാവിയെ എന്താണ് കളവ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടാണ്, അതുകൊണ്ട് താനുണ്ടാവും. അതാ മുത്തഹിമും ബി കദിബാണ് ഹദീസിൽ. അതെങ്ങനെയാണ് ഇയാളെ കദിബ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്? അല്ലാ യുർവാ ദാലിക്കൽ ഹദീസു ഇല്ലാ മിൻ ജിഹത്തിഹി, ആ ഹദീസിനെ ഈ പറഞ്ഞ ജിഹത്തിലൂടെ അല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വയകൂന മുഖാലിഫൻ ലിൽ ഖവായിദിൽ മാലൂമ, അത് അറിയപ്പെട്ട ഖായിദയോട് മുഖാലിഫാകുകയും ചെയ്യുക. അപ്പോൾ എന്താണ്, ഇങ്ങനെ വരുമ്പോൾ അയാൾ കദിബ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാവും. വക്കഥ ഇപ്രകാരം തന്നെയാണ്, ഈ കളവ് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പെടുന്നത് പോലെയാണ് മൻ ഒരു റാവി ഒരിഫ അയാളെ അറിയപ്പെട്ടു ബിൽ കദിബി, കളവ് കൊണ്ട് അറിയപ്പെട്ടു ഫി കലാമിഹി അയാളുടെ സംസാരത്തിൽ എന്താണ് കളവ് വരുന്ന ആളാണ്, പറയുന്ന ആളാണ്. പക്ഷേ വഇല്ലം യദ്ഹർ മിൻഹു വുഖൂഉ ദാലിക ഫിൽ ഹദീസ് നബവി, നബിയുടെ ഹദീസ് പറയുന്നതിൽ ആ കളവ് അയാളിൽ നിന്ന് ഉണ്ടായത് വ്യക്തമായിട്ടില്ല, വാഹിറായിട്ടില്ല എങ്കിലും ശരി, ഇയാളുടെ സംസാരങ്ങളിൽ കളവ് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആളും ഈ മുത്തഹമ്മ ബിൽ കദിബ് പോലെയാണ്. വഹാദാ ദൂനൽ അവ്വലി, ഈ പറഞ്ഞത് ഒന്നാമത്തതിന്റെ താഴെ മർത്തബയിലുള്ളതാണ്. ഹാദാ എന്ന് പറഞ്ഞാൽ ഈ ഖദാമൻ ഉരിഫ എന്ന് പറഞ്ഞ അതിലേക്കാണ് ഹാദായുടെ മർജിയിലേക്ക്, അതിലേക്കാണ് ഇഷാറത്ത്. ദൂനൽ അവ്വലി എന്ന് പറഞ്ഞാൽ ദൂന അൽ അവ്വലി എന്ന് പറഞ്ഞാൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഇളാഫിയായ അവ്വലാണ്. അതാവ് തുഹ്മത്തിഹി ബിദാലിക്ക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതിലേക്ക് ഇലാപത്ത് ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും ആദ്യത്തെ ആണല്ലോ അത് തുഹ്മത്ത് ബിദാലിക്ക എന്നുള്ള. അപ്പോൾ അങ്ങനെ അതിലേക്കാണ് ഈ ഹാദ എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ എന്താണ് ശാരീങ്ങളുണ്ട്. കാരണം അത് ആരൊരു വഹ്മ് സംഭവിച്ചുകൊണ്ടാണ്. കാരണം ഈ ഹാദ എന്നുള്ള ഇഷാറത്ത് ഈ ആദ്യം പറഞ്ഞ അയ്യക്കൂന ലി കസിബിർ റാവി എന്നതിലേക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതല്ല, ആ ഇഷാറത്ത് ഇതിലേക്കാണ് ഖദാമൻ ഉരിഫ എന്നതിലേക്കാണ് ആ ഇഷാറത്ത്. അപ്പോൾ അതെന്താണ്, ഈ പറഞ്ഞത് മേലി പറഞ്ഞതിനേക്കാൾ മർത്തബയിൽ താഴെയാണ്. ഔ ഫുഹുഷി ഗലത്തിഹി, അല്ലെങ്കിൽ ഈ റാബിയുടെ പിഴവിന്റെ മോശത്തരത്തിന് വേണ്ടിയിട്ട് താന് വരും. ഐ കസറത്തിഹി, ഈ പിഴവ് വർദ്ധിച്ച കാരണം കൊണ്ട്. ഔ ഗഫലത്തിഹി, അല്ലെങ്കിൽ ഈ റാബിയുടെ അശ്രദ്ധ അനിൽ ഇത്തിഖാനി, ഹദീസിനെ മനസ്സിലാക്കുക ഉറപ്പിച്ചു വെക്കുന്നതിനെ തൊട്ടുള്ള ഗഫലത്ത് കാരണം കൊണ്ട് താന് വരും. ഔ ഫിസ്ഖി, അല്ലെങ്കിൽ അവന്റെ ഫിസ്ക് കാരണം കൊണ്ട്. ബിൽ ഫെയിലി, ഒന്നെങ്കിൽ ഫെയില് കൊണ്ടുള്ള ഫിസ്ക്, ഔൽ ഖൗലി, അല്ലെങ്കിൽ ഖൗല് വാക്കുകൊണ്ടുള്ള ഫിസ്ക്. അതെന്തിനാ ഖൗലു മുബീനോട് മിമ്മാലം യബ്ലുൽ കുഫ്ര, കുഫറിലേക്ക് എത്തിയിട്ടില്ലാത്തതായ ഒന്നിനാൽ. കുഫറിലേക്ക് എത്തുന്ന വാക്കാണെങ്കിൽ അപ്പോൾ അത് പിന്നെ താനിന്റെ വാവിൽപ്പെട്ടതല്ല. കുഫറിലേക്ക് എത്തിയിട്ടില്ലാത്ത വാക്കോ പ്രവർത്തനം. ബൈനഹു, ഈ ഫിസ്കിന്റെ ഇടയിലും ബൈനൽ അവ്വലി, ഒന്നാമത്തെ ഇടയിൽ, ഒന്നാമത്തെ കദിബ്, കദിബിന്റെ ഇടയിലും ഉണ്ട് ഉമൂമുൻ, അവിടെ ഉമൂമു ഖുസൂസ. അതെന്താ, കദിബ് എന്നുള്ളത് ഇപ്പൊ ഖാസാണ്, എന്നാ ഫിസ്ക് എന്നുള്ളത് ആമുമാണ്. എന്നാ പിന്നെ കദിബിനെ പ്രത്യേകം പിന്നെ പറഞ്ഞ എന്തിനാണ്? അതാ വൈന്നമാ അഫ്രദ അല്ല അവല, ഒന്നാമത്തേതിനെ പ്രത്യേകം മുസന്നിഫ് പറഞ്ഞത് ഈ കൗനിൽ കദ്ഹി ബിഹി, ആ കദിബ് കൊണ്ടുള്ളതായ ഐബ് അതായതിനു വേണ്ടി അശദ്ദ ഫി ഹാദൽ ഫന്നി, ഈ ഫന്നിൽ ഏറ്റവും ഗൗരവമുള്ള ശിദ്ദത്തുള്ളതായതിനു വേണ്ടിയിട്ടാണ് അതിനെ ഈ ഫിസിക്കിൽ പ്രവേശിക്കുന്നതോടുകൂടെ തന്നെ പിന്നെ അതിനെ പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ടാണ് വ അമ്മൽ ഫിസ്കു ബിൽ മുഅ്തഖദി, അപ്പോൾ വിശ്വാസം കൊണ്ടുള്ള ഫിസ്ക് അത് ഫസയത്തി ബയാനുഹു, അതിന്റെ ബയാന് ശേഷം വരുന്നുണ്ട് വിശദീകരണം. ഔ വഹ്മിഹി, അല്ലെങ്കിൽ ഈ റാവിയുടെ വഹ്മ് ഊഹം, അതുകൊണ്ട് എന്ത് ചെയ്യും താന് വരും. അതങ്ങനെ ബി ഐ എർവിയാല സബീൽ തവഹുമി, ഊഹം അനുസരിച്ച് അദ്ദേഹം ഹദീസുകൾ റിവായത്ത് ചെയ്യുക. ഔ മുഖാലഫത്തിഹി, അല്ലെങ്കിൽ ഈ റാവി എതിരാകൽ കൊണ്ട് താന് വരും. ആരോട് എതിരാകാൽ? ഐ സിഖാത്തി, സിഖാത്തുകളായ റാവികളോട് എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഔ ജഹാലത്തിഹി, അല്ലെങ്കിൽ ഈ റാവിയുടെ ജഹാലത്ത്, ഈ റാവിയെ അറിയാതിരിക്കൽ കൊണ്ട് താന് വരും. അതെങ്ങനെയാണ് റാവിയെ അറിയാതിരിക്കുക എന്നത്? ബി അല്ലാ യുറഫ ഫീഹി തഅദീലുൻ, ആ റാവിയിൽ
അത് തഅദീൽ അറിയപ്പെട്ടിട്ടില്ല. വലാ തജ്രീഹുൻ മുഅയ്യനുൻ, മുഅയ്യനായ ഒരു ജുർഹും അറിയപ്പെട്ടിട്ടില്ല. ആ മുഅയ്യൻ എന്നുള്ളത് തജ്രീഹിന് കൈത. പിന്നെ കാരണം തഅദീൽ എന്നുള്ളത് അതിലാണെന്നോ സിഖത്താണെന്നോ പറഞ്ഞാൽ മതിയാകും. പക്ഷേ ജുർഹ് പറയുമ്പോൾ ഇന്ന ജുർഹ് എന്ന് തഅയീനാക്കി തന്നെ പറയണം, അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടില്ല എന്ന്. അപ്പോൾ മുഅയ്യൻ എന്നുള്ളത് ആ തജ്രീഹ് എന്നുള്ളതിന് കൈത. അപ്പോൾ അങ്ങനെ അത് അറിയപ്പെടാത്ത റാവി, അതുകൊണ്ട് എന്ത് ചെയ്യും, താന് വരും. ഔ ബിദ്അത്തിഹി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിദ്അത്ത് കൊണ്ട് താനുണ്ടാകും. ആ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഹിയ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു മാ ഉഹദിസ അലാ ഖിലാഫിൽ മഅറൂഫി അനി നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസഹ്ബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അറിയപ്പെട്ടതിന് എതിരായതിന്റെ മേൽ, അറിയപ്പെട്ടതിന്റെ ഖിലാഫിന്റെ മേൽ പുതുതാക്കപ്പെട്ട ഒന്നിനെ വിശ്വസിക്കുക, ഇതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് ലാബി മുആനദത്തിൻ, അതെന്താണ്? മത്സരിച്ചിട്ടല്ല അങ്ങനെ വിശ്വസിച്ചത്, മറിച്ച് ബൽ ബി നൗഇ ശുബ്ഹത്തിൻ, ഏതോ ഒരു തെറ്റിദ്ധാരണ, ഒരു ശുബ്ഹത്തിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചത്. അത് ബാത്തിലായ ഏതെങ്കിലും ദലീലിന്റെ കാരണം കൊണ്ട്, പിന്നെ ദലീൽ കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ വിശ്വസിച്ചതാകാം. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഔ സൂഇ ഹിഫ്ദിഹി, അല്ലെങ്കിൽ ഇയാളുടെ ഹിഫ്ദ് എന്താണ്? മോശമായി. വഹിയ ഈ സൂഇ ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അല്ലാ യകൂന ഗലത്തുഹു, ഈ റാവിയുടെ പിഴവ് ആകാതിരിക്കുക, അഖല്ല മിൻ ഇസാബത്തിഹി, അയാളുടെ ഇസാബത്തിനേക്കാൾ, ശരിയേക്കാൾ കുറഞ്ഞതാകാതിരിക്കുക. അപ്പോൾ ശരിയേക്കാളും കൂടുതലാണെന്ത്? വലത്ത് എന്നുള്ളത്. അതാണ് സൂഇ ഹിഫ്ദ് എന്ന് പറഞ്ഞത്. വലത്ത് പിന്നെ ശരിയേക്കാൾ, ഇസാബത്തിനേക്കാൾ കുറഞ്ഞതാകാതിരിക്കുക. അപ്പോൾ അയാൾക്ക് സൂഇ ഹിഫ്ദ് എന്ന് പറയും. അപ്പോഴാണ് സൂഇ ഹിഫ്ദിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഫൽ ഖിസ്മുൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തെ ഖിസ്മ് അതേതാണ്? വഹുവ തഅദു ബികദിബി റാവി ഫിൽ ഹദീസ്, റാവിയെ ഹദീസിൽ കളവ് കൊണ്ട് ഉള്ള താൻ, റാവിയുടെ കദിബ് ഫിൽ ഹദീസ്, ഹദീസിലുള്ള കളവ്, ആ കളവ് കൊണ്ടുള്ള ആക്ഷേപം. ഹദീസ് നബവിയായ ഹദീസിൽ. ഹുവ അൽ മൗലൂ, ആ ഒന്നാമത്തെ ഖിസ്മ് അൽ മൗലൂ, അതിനാണ് മൗലൂ ആയ ഹദീസ് എന്ന് പറയുന്നത്. നബി തങ്ങളുടെ മേൽ കള്ളം പറഞ്ഞ്, കള്ളം പറഞ്ഞതാണ്. വൽ ഹുക്മു അലൈഹി, ഇത് മൗലൂ ആണെന്നത് കൊണ്ടുള്ള ഹുക്മ് ബിൽ വദ്ഹി, വൽ ഹുക്മു അലൈഹി ബിൽ വദ്ഹി, അതിന്റെ മേൽ വദ്ഹ് കൊണ്ട് ഹുക്മ് ചെയ്യുക എന്നത് ഇന്നമ, അഥവാ അത് മൗലൂ ആണെന്ന് ഹുക്മ് ചെയ്യുന്നത് ഇന്നമാ ഹുവ ബി ത്വരീഖി വന്നിൽ ഗാലിബി, ഗാലിബുൽ ലന്നിന്റെ വഴിയിലൂടെയാണ്. ഗാലിബുൽ ലന്ന് കൊണ്ടാണ് അത് മൗലൂ ആണെന്ന് ഹുക്മ് ചെയ്യുക. അല്ലാതെ പിന്നെ ലാബിൽ അല്ലാതെ ഉറപ്പായിട്ട് എന്താണ് അത് മൗലൂ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം കത് യസ്ദുഖുൽ കദൂബു, ചിലപ്പോ എന്ത് ചെയ്യും, ഈ ധാരാളം കള്ളം പറയുന്നവനും ചിലപ്പോൾ എന്ത് ചെയ്യും, സത്യം പറയാം. അപ്പൊ അതുകൊണ്ട് ഗാലിബുൽ ലന്ന് കൊണ്ടേ അവിടെ ഹുക്മ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എപ്പോഴും സത്യം പറയുന്നവനും ചിലപ്പം കളവ് പറയാം. അതേപോലെ തന്നെ എപ്പോഴും കളവ് പറയുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും സത്യം പറയാം. അതുകൊണ്ട് ഗാലിബുൽ ലന്ന് കൊണ്ടാണ് അവിടെ ഹുക്മ് ചെയ്യുന്നതെന്ന് അർത്ഥം. ലാക്കിൻ, പക്ഷേ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസി, ഹദീസിന്റെ ഇൽമിന്റെ അഹ്ലുകാർക്കുണ്ട് മലക്കത്തുൻ ഖവിയ്യത്തുൻ, അത് ശക്തമായ ഒരു കഴിവുണ്ട്, മഹാറത്തുണ്ട്. എങ്ങനത്തെ മഹാറത്ത്? യുമയ്യിസൂന ബിഹാ, മഹാറത്ത് കൊണ്ട് അവർ വേർതിരിക്കും. ദാലിക, ഈ മൗലൂ ആയ ഹദീസിനെ മറ്റുള്ളവരിൽ നിന്ന് അവർ വേർതിരിക്കുന്ന ഒരു മഹാറത്ത് അവർക്കുണ്ട്, മലക്കുണ്ട്. വ ഇന്നമാ യഖൂമു ബി ദാലിക, അതുകൊണ്ട് നിൽക്കും മിൻഹും, അവരിൽ നിന്ന് ആര്? മൻ യകൂൻ ഇത്തിലാഉഹു താമൻ, അവരുടെ കൂട്ടത്തിൽ ആ വിഷയത്തിലേക്ക് വെളിവാകുന്ന ആളുകൾ, അവരുടെ ഇത്തിലാ താമായ ആളുകളും, വദിഹിനുഹു സാഖിബൻ, നല്ല പ്രകാശിക്കുന്ന ഹൃദയമുള്ള ആളുകളും,
വ ഫഹ്മുഹു ഖവിയൻ, അതുപോലെ അവരുടെ ഫഹ്മ് നല്ല ഖുവ്വത്തുള്ള ഫഹ്മുള്ള ആളുകളും പിന്നെ അവർ എന്ത് ചെയ്യും, അതിലേക്ക് പിന്നെ ആ വിഷയത്തിലേക്ക് മുന്നിട്ട് വരും. അതായത് ഇന്നമയക്കും വിദാലിക്ക ഹദീസ് മൗദൂ ആണ് എന്നതുകൊണ്ട് ഹുക്മ ചെയ്യുന്നതിലേക്ക് അങ്ങനെ ഹദീസിന്റെ ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്ന് അങ്ങനത്തെ ആളുകൾ അതിലേക്ക് മുന്നിട്ട് വരും. പിന്നെ മഅരിഫത്തുഹു, ഈ പിന്നെ മൗദൂ ആയ ഹദീസുകളെ അറിയുക എന്നത് ബിൽ ഖറാഇനി ദാലത്തി അലാ ദാലിക, ഈ വളുഇന്റെ മേൽ മൗദൂഇന്റെ മേൽ അറിയിക്കുന്നതായ ഖരീനത്തുകളെ കൊണ്ട് അതിനെ അറിയുക എന്നുള്ളത് മുത്തമക്കിനത്തുൻ അത് സൗകര്യമാകുന്നതാണ്. ഖരീനത്തുകളെ കൊണ്ട് അതിനെ അറിയുക എന്നുള്ളത് സാബിത്തത്തുൻ റാസിഖത്തുനാണ്. വഖദു യുറഫുൽ വളുഉ, എന്നാൽ ചിലപ്പോൾ ഈ വളുഇനെ അറിയപ്പെടും ബി ഇഖ്റാരി വാളിഇഹി, അതിനെ വളു ചെയ്തവൻ സമ്മതിക്കൽ കൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അറിയപ്പെടും. അവൻ തന്നെ പറയും ഞാൻ കള്ളമാണ് പറഞ്ഞതെന്ന്. അങ്ങനെ എന്ത് ചെയ്യും, അറിയപ്പെടും. ഖാല ഇബ്നു ദഖീഖിൽ എന്ന മുതമഹിറായ ഉലമാക്കളിൽപ്പെട്ട ആ മഹാൻ പറഞ്ഞു, ലാക്കിൻ പക്ഷേ ഇങ്ങനെ ഇഖ്റാറ് കൊണ്ട് ഈ വളു അറിയപ്പെടുമെങ്കിലും അതോടൊപ്പം തന്നെ ലാ യുക്തഉ ബിദാലിക, അതുകൊണ്ട് എന്താൻ പറ്റില്ല, അപ്പോൾ ആ ഇഖ്റാറ് കൊണ്ട് ആ വളുഇനെ ഖത്ത് ചെയ്യപ്പെടാൻ പറ്റില്ല. ഉറപ്പായിട്ടും എന്താണത് വളു ആണെന്ന് ഖത്ത് ചെയ്ത് പറയാൻ പറ്റൂല. കാരണം ഇഹ്തിമാലി അൻ യകൂന കദിബ ഫി ദാലിക്കൽ ഇഖ്റാരി, അവനാ സമ്മതിച്ച ഇഖ്റാറിൽ തന്നെ അവൻ കളവ് പറയാൻ സാധ്യത ഉണ്ടല്ലോ. അവന്റെ ഇഖ്റാറ് തന്നെ ചിലപ്പം കളവാകാൻ ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെയും ഖത്ത് ചെയ്തിട്ട് പറയാൻ പറ്റൂല എന്ന് ഇബ്നു ദഖീഖിൽ എന്നവർ പറഞ്ഞു. ഇബ്നു ദഖീഖിൽ എന്നവരുടെ വാക്ക് അവസാനിച്ചു. എന്നാൽ ഫുഹിമ മിൻഹു, ഈ ഇബ്നു ദഖീഖിൽ എന്നവരുടെ വാക്ക് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടു. ഫഹിമ മിൻഹു ബഅദുഹും, ഈ പിന്നെ മുഹദ്ദിസീങ്ങളിൽ നിന്ന് ചിലരെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി. അതായത് ഇബ്നു ജൗസിയെ പോലുള്ള ആളുകളൊക്കെ ആണ്. അവര് മനസ്സിലാക്കിയത് അന്നഹു ലാ യുഅമലു ബിദാലിക ലിഖ്റാരി അസ്ലൻ, ആ ഇഖ്റാർ കൊണ്ട് തീരെ അമലിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കി. കാരണം ലി കൗനിഹി കാദിബൻ, അവൻ കളവ് അവൻ കളവ് പറയുന്നവനായതിനു വേണ്ടിയിട്ട് ആ ഇഖ്റാർ കൊണ്ട് തീരെ അമലിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. വലൈസ ദാലിക മുറാദുഹു, എന്നാൽ ഇബ്നു ദഖീഖ് പറഞ്ഞതിന്റെ മുറാദ് അങ്ങനെയല്ല. വഇന്നമാ നഫൽ ഖത്അ, അവിടെ ഖത്ഇനെ ഇബ്നു ദഖീഖ് എന്നവർ നഫി ചെയ്തത്, ഖത്ഇനെ നഫി ചെയ്തത് ബിദാലിക, വളു കൊണ്ടുള്ള ഖത്ത് കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഖത്ത് കിട്ടൂല എന്നാണ് പറഞ്ഞത്, അല്ലാതെ അതുകൊണ്ട് അമലിപ്പിക്കപ്പെടില്ല എന്നല്ല പറഞ്ഞത് എന്ന്. വലായൽസമു മിൻ നഫീൽ ഖത്ഇ, അങ്ങനെ ഖത്ത് ഇല്ല എന്നതിനാൽ ലാസിമാകൂല എന്ത്, നഫീൽ ഹുക്മി, ഹുക്മ് ഇല്ല എന്നത് ലാസിമായിട്ട് വരില്ല. കാണല്ലേ അന്നൽ ഹുക്മ, ഈ ഹദീസ് വളു കൊണ്ട് ഹുക്മ് ചെയ്യുക എന്നുള്ളത് അത് പിന്നെ അന്നൽ ഹുക്മ് ചെയ്യുക എന്നുള്ളത് അന്നൽ ഹുക്മ യഖ്തഉ ബിളന്നിൽ ഗാലിബി, ഗാലിബുൽ ലന്ന് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പിന്നെ ഖത്ത് ചെയ്യുന്നത് ഹുക്മ. വഹുവ ഹുന കദാലിക, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇഖ്റാർ നടക്കുന്നിടത്തും പിന്നെ ഗാലിബുൽ ലന്ന് കൊണ്ടാണ് അവിടെയും പിന്നെ ഹുക്മ ചെയ്യുന്നത്. അല്ലാതെ ഖത്ത് എന്ന നിലയ്ക്ക് അവിടെ ഹുക്മ ചെയ്യാൻ പറ്റില്ല. ഗാലിബുൽ ലന്ന് കൊണ്ട് തന്നെ ഖത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വലൗലാ ദാലിക, കാരണം അങ്ങനെ ഇല്ല എങ്കിൽ, ആ ഗാലിബുൽ ലന്ന് കൊണ്ട് ഇവിടെ ഹുക്മ ജായിസാക്കിയിട്ടില്ല എങ്കിൽ, പിന്നെ ഇവരൊക്കെ പറഞ്ഞ അനുസരിച്ച് പിന്നെ ഈ ഇഖ്റാർ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞതനുസരിച്ച് ജായിസ് അല്ല എന്ന് വെക്കുകയാണെങ്കിൽ അമാ സാ ഖത്ലുൽ മുഖ്രി ബിൽ ഖത്ലി, കൊല കൊണ്ട് സംഭവിച്ചവനെ കൊല്ലൽ എന്താകൂല, അനുമതിയായിട്ട് ജായിസാകൂല. അതുപോലെ വലാ റജുമുൽ മുഅ്തരിഫി ബിസിന, സിന കൊണ്ട് സമ്മതിച്ചവനെ എറിഞ്ഞു കൊല്ലലും എന്താകൂല, ജായിസാകൂല. കാരണം ഇഹ്തിമാലി അൻ യകൂന കാദിബൈനി ഫീമാ ഇതറഫാ ബിഹി,
അവർ രണ്ടുപേരും സമ്മതിച്ചതായ വിഷയത്തിൽ ആ ഇഖ്റാർ ചെയ്തതിൽ അതിലും അവർ രണ്ടുപേരും കളവ് പറഞ്ഞവരാകാൻ ഇഹ്തിമാലുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അവരെ കൊല്ലാനും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ ഗാലിബുൽ ദന്ന് കൊണ്ടാണ് പിന്നെ ഇവിടെ ഹുക്മ ചെയ്യുന്നത്, ഖത്ഈയായിട്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ഇനി വമിനൽ ഖറാഇനില്ലത്തി യുദ്റകു ബിഹൽ വളുഉ, ഇനി വളുഇനെ അറിയപ്പെടുന്ന കരീനത്തുകളിൽപ്പെട്ടതാണ് മാ യൂജദു മിൻ ഹാലി റാവി, റാവിയുടെ ഹാലിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ഒന്ന്. ഏതുപോലെ ഖമാ വഖാലി മഅമൂനി, മഅമൂൻ ഇബ്നു അഹ്മദ് എന്നവർക്ക് സംഭവിച്ചതുപോലെ എന്താണ്, അന്നഹു ദുക്കിറ ഫി ബിഹദറത്തിഹി, അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഹദറത്തിൽ വെച്ച് പറയപ്പെട്ടു എന്ത്, അൽ ഖിലാഫു ഫി കൗനിൽ ഹസനി, പിന്നെ ഹസനുൽ ബസരി എന്നവര് പിന്നെ സമിയ അബി ഹുറൈറ, അബി ഹുറൈറ തങ്ങളെ തൊട്ട് കേട്ടു എന്നതിലുള്ള ഖിലാഫിനെ അവിടെ പറയപ്പെട്ടു അവലൻ ആദ്യം. എന്നിട്ട് ഇപ്പൊ സാക്ക ഫിൽ ഹാലി, അന്നേരം തന്നെ എന്ത് ചെയ്തു, പിന്നെ അവിടെ കൊണ്ടുവന്നു ഈ മഅമൂൻ ഇബ്നു അഹ്മദ് എന്നവർ ഇസ്നാദൻ നില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഒരു ഇസ്നാദിനെ കൊണ്ടുവന്നു. അന്നഹു, എന്നിട്ട് റാവി പറഞ്ഞു ഖാല സമി അൽ ഹസനു മിൻ അബി ഹുറൈറ, അബി ഹുറൈറയിൽ നിന്ന് ഹസൻ എന്നവർ കേട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അവിടെ ആ ഹാലിൽ നിന്ന് തന്നെ അവിടെ വളു അറിയപ്പെട്ടു. ഞാൻ ആദ്യം തന്നെ കേട്ടില്ല എന്നതിൽ ഖിലാഫ് പറഞ്ഞതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ കമാ വക്കാലി റിയാസ് ഇബ്നു ഇബ്രാഹിം എന്നവർക്ക് സംഭവിച്ച പോലെ അദ്ദേഹം ഐസു ദഖല അൽ മഹദി, മഹദി എന്ന ഖലീഫ മഹദി എന്നവരുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഫവജദ ഹു, അപ്പോൾ അദ്ദേഹത്തിന് മഹദി എന്നവരെ എത്തിച്ചു യൽഅബു ബിൽ ഹമ്മാമി, ഒരു പ്രാവിനെ കൊണ്ട് കളിക്കുന്നതായിട്ടാണ് എത്തിച്ചത്. അപ്പോൾ ഫസാത്ത ഫിൽ ആലി, അപ്പോൾ ഈ റിയാസ് ഇബ്നു ഇബ്രാഹിം എന്നവർ അന്നേരം തന്നെ എന്ത് ചെയ്തു, ഒരു ഹദീസ് കൊണ്ടുവന്നു ഇസ്നാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇസ്നാദ് ചെയ്തുകൊണ്ടൊരു ഹദീസ്. എന്താണ് ഹദീസ്? അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാ സബക ഇല്ലാ ഫീ നസ്ലിൻ ഔ ഖുഫിൻ ഔ ഹാഫിരിൻ ഔ ജുനാഹിൻ, മത്സരം മുസാബക്ക ഇല്ല നസ്ലിൽ അമ്പിലും അതുപോലെ തന്നെ കുതിരയിലും, ഹാഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ ഖുഫ് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് ഇടുന്നതാണ് ഖുഫ്, അപ്പോൾ ഹാഫിർ എന്ന് പറഞ്ഞാൽ അത് കുളമ്പ് കുതിരയ്ക്ക്, അപ്പോൾ കുതിരയിലും അല്ലാതെ ഇല്ല. ഔ ജുനാഹിൻ, പറവകളിലും രീഷുള്ള പക്ഷിയിലും അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫസാദ ഫിൽ ഹദീസി, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത ഹദീസിൽ ജാസ്തിയാക്കി എന്തിനെ, ജുനാഹിൻ എന്ന വാചകത്തെ എന്ത് ചെയ്തു, ജാസ്തിയാക്കി കൊടുത്തു. അവിടെ അത് ഇതാണ്. അപ്പോൾ അറഫൽ മഹദിയു, മഹദി എന്നവർ അറിഞ്ഞു അന്നഹു കദബ, അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ അജലിഹി, ഈ കാരണം കൊണ്ട്, കളവ് പറഞ്ഞു എന്നറിഞ്ഞ കാരണം കൊണ്ട് ഫഅമറ ബിദബിഹിൽ ഹമ്മാമി, ആ മാടപ്രാവിനെ എന്ത് ചെയ്തു, അറക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹം കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ റാബിയുടെ ഹാലിൽ നിന്ന് ഈ വളുഇനെ അറിയപ്പെട്ടതിന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇനി വമിൻഹ അവിടെ